താങ്കൾ റിപ്പോർട്ടിലെ വിവരങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ ഒ വി മാർക്സിസ്? ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. റിപ്പോർട്ടിനെ പറ്റി ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളെ ആസ്പദമാക്കി മാത്രമായിരിക്കും എന്റെ പ്രതികരണം. അതായത് ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഗാർഡഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതായത് ഫ്യൂവൽ സ്വിച്ച് എന്ന് പറയുന്നത് 2 സ്വിച്ചുകളുണ്ട്. ആ സ്വിച്ചുകളുടെ ഒരു ബട്ടൺ ടൈപ്പ് ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കോക്പിറ്റിൽ. കാരണം ഒരു ATC എന്ന നിലയിൽ ഫെമിലറൈസേഷൻ ഫ്ലൈറ്റിൽ ഞാൻ കോക്പിറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇതിന്റെ എയർക്രാഫ്റ്റിന്റെ ഉള്ളിലത്തെ സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരു ബ്രീഫിംഗ് പൈലറ്റ് നമുക്ക് തരാറുണ്ട്. അപ്പോ അത് വെച്ച ഓർമ്മ വെച്ചിട്ട് ബോയിങ് 737-ലെ ബോയിങ് വിമാനത്തിലെ ഒരു ബട്ടൺ ടൈപ്പ് സ്വിച്ചാണ്. രണ്ടും ഡിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ കട്ട് ഓഫ് ആവും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിയിൽ, സ്വിച്ചിന്റെ അടിയിൽ ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ആ ലോക്കിംഗ് മെക്കാനിസം പുള്ളി ചെയ്ത് മാത്രമാണ് ഈ സ്വിച്ച് താഴോട്ട് താത്താൻ പറ്റുള്ളൂ. അതുകൂടാതെ ആക്സിഡന്റ് ആയിട്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും ജെർക്കോ അല്ലെങ്കിൽ പൈലറ്റ് ബൈ മിസ്റ്റേക്ക് അത് ഡിപ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് അഗെയിൻ ഇറ്റ് ഈസ് ഗാർഡഡ് വിത്ത് എ ബ്രാക്കറ്റ്. ഒരു ബ്രാക്കറ്റ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് പുള്ളി ചെയ്ത് മാത്രമേ ഈ സ്വിച്ച് താഴ്ത്തു പോകുള്ളൂ. അത് തന്നെ ഇപ്പൊ 2 മെക്കാനിസമാണ്. അടിയിലുള്ള ഒരു ബട്ടൺ അത് റിലീസ് ചെയ്യണം. രണ്ടാമത് ഈ ബ്രാക്കറ്റ് മാറ്റണം. എന്നാൽ മാത്രമേ ഈ സ്വിച്ച് താഴ്ത്തു പോകാൻ പറ്റുള്ളൂ. ഇതൊരു മാനുവൽ ആക്ഷൻ ഇല്ലാതെ ആക്സിഡന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോ എങ്ങനെ ഇത് നടന്നു എന്നുള്ളതിൽ പിന്നിൽ അത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ ഡാറ്റ റെക്കോർഡറിലെ കറക്റ്റ് ഏത് സമയത്താണ് ഇത് സ്വിച്ച് ഓഫ് ചെയ്തത്, ഇത് ടേക്ക് ഓഫിന് ശേഷമാണോ ഈ സ്വിച്ച് ഓഫ് ആയത്, അതോ ടേക്ക് ഓഫിന് മുമ്പാണോ എന്ന വസ്തുതകളൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ വിമാനം ടേക്ക് ഓഫിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 മിനിറ്റ് എൻജിൻ റൺ ചെയ്യും. ഇത് പാർക്കിംഗ് ബേയിൽ തന്നെ. അതിനുശേഷം അതിന്റെ മാക്സിമം പവർ ഉപയോഗിച്ചിട്ടാണ് അത് ടാക്സി ചെയ്യുക. ഇനീഷ്യലി ബ്രേക്ക് ഈവൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം വേണം. അത് കഴിഞ്ഞ് അത് മൂവ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു 4 മിനിറ്റ് സമയത്തോളം അഹമ്മദാബാദിലെ ഏപ്രനും ടേക്ക് ഓഫ് പൊസിഷനും, അതായത് റൺവേയിലെ ത്രഷോൾഡ്, ടേക്ക് ഓഫ് ചെയ്യുന്ന ത്രഷോൾഡ് തമ്മിൽ ഏകദേശം ഒരു 4 മിനിറ്റ് ടാക്സിങ് ടൈം ഉണ്ട്. 3-4 മിനിറ്റോളം. ആ 4 മിനിറ്റ് ഈ എൻജിൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതുകൂടാതെ ആ ടേക്ക് ഓഫ് പോയിന്റിൽ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എൻജിൻ ഫുൾ പവറിൽ റൺ ചെയ്ത് അതിന്റെ ത്രസ്റ്റും കാര്യങ്ങളൊക്കെ പൈലറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ടേക്ക് ഓഫ് പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ആ സമയത്ത് എന്തെങ്കിലും ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ടേക്ക് ഓഫ് ചെയ്യാൻ, ഇത്ര പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് ഉത്തരം കണ്ടെത്തിയ ചോദ്യം, ഈ സ്വിച്ച് എപ്പോ ഓഫായി എന്നതാണ്. അത് ടേക്ക് ഓഫിന് ശേഷമാണോ, അതിന് മുമ്പാണോ എന്ന് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആണോ എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. ശ്രീ ഒ വി മാക്സിസ്, ഒരു കാര്യം കൂടി, ഈ റണ്ണിൽ നിന്ന് ഈ കട്ട് ഓഫിലേക്ക് പോകാനുള്ള ഒരു സമയം, അത് ഈ ബോയിങ് ഡ്രീം ലൈനർ വിമാനങ്ങൾക്ക് അത് എത്ര സമയം എടുക്കും? കാരണം മാനുവലി അല്ല അത് ചെയ്തതെങ്കിൽ ഈ സ്വിച്ചുകൾക്ക് സ്ഥാനചലനം അല്ലെങ്കിൽ സ്വിച്ചുകൾ ഓണും ഓഫും ആകാനുള്ള ആ ഒരു സമയം എത്രത്തോളമാണെന്ന കാര്യത്തിൽ അങ്ങേക്ക് ധാരണയുണ്ടോ? ഏകദേശം എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല, ഞാൻ ഇലക്ട്രോണിക് ഏവിയോണിക്സ് എക്സ്പേർട്ട് അല്ല. എന്നാലും ഒരു 8 സെക്കൻഡോളം ഡിലേ ഉണ്ടാവും എന്നാണ് പറയുന്നത്. 5 to 8 സെക്കൻഡ് ഡിലേ ഉണ്ടാവും, സിസ്റ്റം ഡിലേ ഉണ്ടാവും. കാരണം ഇതൊക്കെ കമ്പ്യൂട്ടർ കൺട്രോൾഡ് കമാൻഡാണ്. അപ്പോൾ ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റം അത് ആക്ച്വലി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു 5 to 8 സെക്കൻഡ് ഡിലേ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം വിമാനം ഉയർന്നതിന് ശേഷവും ഈ ഒരു ഡിലേ മാത്രമേ അതിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളൂ. പിന്നെ വേറെ ഒരു, എനിക്കറിയില്ല, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, ഞാനൊന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ്. അത് സാധ്യത കുറവാണ്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഒരു എഞ്ചിൻ ഫെയിലിയറായി, ടേക്ക് ഓഫിന്റെ സമയത്ത് ഒരു എഞ്ചിൻ ഫെയിലിയറായി, ആ സമയത്ത് അല്ലെങ്കിൽ അതിനൊരു വാർണിംഗ് വന്നു, ഫയർ വാർണിംഗ് വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു വാർണിംഗ് വന്ന സമയത്ത് ആ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആക്കുന്നതിന് പകരം മറ്റ് എഞ്ചിൻ സ്വിച്ച് ഓഫ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് കോക്പിറ്റിൽ പൈലറ്റുകളുടെ വോയിസ് റെക്കോർഡറിൽ എന്തായാലും വന്നിരിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അതില്ല. അതിനുള്ള സാധ്യത കൊണ്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. പിന്നെ ഇത് രണ്ടാമത് ഒരിക്കൽ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയിട്ട് രണ്ടാമത് അത് ആക്ടിവേറ്റ് ചെയ്ത് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം അതിന്റെ പവർ ജനറേറ്റ് ചെയ്ത് സീറോന്ന് അതിന്റെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ എന്തായാലും ഒരു മിനിറ്റോളം സമയം പിടിക്കും. ശ്രീ ഒ വി മാർക്സിസ്, അത്തരത്തിലൊരു പരാമർശം കാണുന്നത് ഈ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ രണ്ടാമത്തേത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരാമർശം കൂടി പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് ശ്രീ ഒ വി മാർക്സിസ്.
അത് കാരണം ഇത് മാക്സിമം ഹൈറ്റിൽ ഗെയിൻ ചെയ്തിട്ട് പിന്നെ ഒരു 16 സെക്കൻഡോളം മാത്രമാണ് എയറിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് ഇത് എന്താ പറയാ, ഇത്രയും പവർ, രണ്ടാമത് ടേക്ക് ഓഫ് പവർ, മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം അത് കിട്ടിക്കാണൂല്ല. അതുകൊണ്ട് ആദ്യത്തെ എഞ്ചിൻ സ്റ്റാർട്ടായത് പവർ ഓൺ ആയി എന്ന് പറയുന്നുണ്ടല്ലോ. രണ്ടാമത്തെ എപ്പോഴും എഞ്ചിന്റെ സ്റ്റാർട്ടപ്പ് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, 1 by 1 ആണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ എഞ്ചിൻ ഈ ഒന്നാമത്തെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ഞാൻ വായിച്ചതിന് ശേഷം കറക്റ്റായിട്ട് പ്രതികരിക്കാം. ശരി, വളരെ നന്ദി ശ്രീ OV മാർക്സിസ്. വ്യോമയാന രംഗത്തെ വിദഗ്ധൻ, അദ്ദേഹം മുൻ ATC കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ വെച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിച്ചത്.